സമ്രാട് ചൗധരി ബീഹാർ മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിതീഷ് കുമാർ രാജിവെച്ചു. ബീഹാറിന്റെ ചരിത്രത്തിലാദ്യമായി BJP മുഖ്യമന്ത്രി അധികാരത്തിലേക്ക് എത്തുകയാണ്. പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ബസന്ത്, ബീഹാറിന്റെ ചരിത്രത്തിലാദ്യം ബീഹാറിൽ ഒരു പുതുചരിത്രം രചിക്കപ്പെടുകയാണ് ഇന്നു മുതൽ BJP മുഖ്യമന്ത്രി വരുമ്പോൾ. തീർച്ചയായും BJPയുടെ നിയമസഭാ കക്ഷി നേതാവായി സമ്രാട് ചൗധരിയെ അല്പസമയം മുമ്പ് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ന് ഉച്ചതിരിഞ്ഞ് BJP നിയമസഭാ കക്ഷി യോഗം ചേർന്നാണ് സമ്രാട് ചൗധരിയെ തെരഞ്ഞെടുത്തത്. നേരത്തെ ബീഹാർ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും നിതീഷ് കുമാർ രാജി വെച്ചിരുന്നു. ലോക് ഭവനിലെത്തി ഗവർണറെ കണ്ടാണ് രാജി സമർപ്പിച്ചത്. അവസാനത്തെ മന്ത്രിസഭാ യോഗവും ഉച്ചയ്ക്ക് ചേർന്ന ശേഷമാണ് നിതീഷ് കുമാർ രാജിക്കത്ത് നൽകിയത്. 20 കൊല്ലം നീണ്ടുനിന്ന അല്ലെങ്കിൽ 2 പതിറ്റാണ്ട് നീണ്ടുനിന്ന നിതീഷ് യുഗം ബീഹാറിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. JDUവിൻ്റെ ഭരണം അവസാനിച്ചിരിക്കുന്നു. പകരം BJP അധികാരത്തിലേക്ക് വരികയാണ്. സമ്രാട് ചൗധരി നിലവിൽ ഉപമുഖ്യമന്ത്രിയാണ്. കുശവാഹ വിഭാഗത്തിൽ നിന്നുള്ള BJPയുടെ പിന്നാക്ക മുഖമാണ്. 2014 RJDയിൽ നിന്നാണ് BJPയിലേക്ക് സമ്രാട് ചൗധരി എത്തിയത്. അന്ന് BJPയുടെ വൈസ് പ്രസിഡന്റായി നിയമിതനായി നിയമസഭാ കൗൺസിൽ അംഗമായിരുന്നു. നിരവധി പദവികൾ വഹിച്ചിട്ടുള്ള സമ്രാട് ചൗധരി ആയിരിക്കും ഇനി ബീഹാറിൽ BJPയെ നയിക്കുക. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകുന്നത്. ബീഹാറിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നമുക്ക് മുൻപിലേക്ക് എത്തുന്നത്. നിലവിലെ ഉപമുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള സമ്രാട് ചൗധരി ബീഹാർ മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ള വിവരമാണ് ബസന്ത് പങ്കുവയ്ക്കുന്നത്. നിതീഷ് കുമാർ കഴിഞ്ഞ 21 വർഷം ബീഹാറിന്റെ തലപ്പത്തുണ്ടായിരുന്ന നിതീഷ് കുമാർ യുഗത്തിന് അന്ത്യമെന്നോണമാണ് ഇപ്പോൾ സമ്രാട് ചൗധരി ആദ്യത്തെ BJP മുഖ്യമന്ത്രിയായിക്കൊണ്ട് ബീഹാറിൽ അധികാരമേൽക്കുന്ന. ബസന്ത്, എങ്ങനെയുള്ള മാറ്റങ്ങളായിരിക്കും ബീഹാർ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ഇനി പ്രതീക്ഷിക്കേണ്ടത്? നിതീഷ് കുമാർ രാജ് എന്നുള്ള തരത്തിൽ തന്നെ ബീഹാർ രാഷ്ട്രീയം അറിയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറുമ്പോൾ എങ്ങനെ ഇനിയുള്ള ബീഹാർ ഇനി എങ്ങനെയായിരിക്കും സമ്രാട് ചൗധരി അധികാരത്തിലേക്ക് എത്തും? നിരവധി സംഭവങ്ങൾ ഒരുപക്ഷെ ബീഹാറിൽ BJP അധികാരത്തിൽ വരുന്നതിന് മുന്നോടിയായി നടന്നിട്ടുണ്ട്. ജനതാദൾ യുണൈറ്റഡ് അല്ലെങ്കിൽ നിതീഷ് കുമാറിൻ്റെ സമതാ പാർട്ടിയുമായി ചേർന്ന് BJP ആദ്യം സർക്കാർ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. സമതാ പാർട്ടി പിന്നീട് ജനതാദൾ യുണൈറ്റഡ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോഴൊക്കെ തന്നെ BJP ശക്തമായ പിന്തുണയാണ് നിതീഷ് കുമാറിന് കൊടുത്തിരുന്നത്. ബീഹാറിൻ്റെ മുഖമായി നിതീഷ് കുമാറിനെ ഉയർത്തിക്കാട്ടി തന്നെയാണ് BJP മുന്നോട്ട് പോയത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും, അതായത് 2019 കഴിഞ്ഞപ്പോഴേക്കും സുശീൽ മോഡി, അതായത് BJPയുടെ അവിടുത്തെ ഏറ്റവും വലിയ നേതാവായിരുന്ന സുശീൽ മോഡി അവിടെ നിന്നും കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് BJP ഒറ്റയ്ക്കൊരു വളർച്ചയ്ക്കുള്ളൊരു പാത വെട്ടിത്തെളിക്കുകയായിരുന്നു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലും BJPയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി. പക്ഷേ നിതീഷ് കുമാർ എന്നുള്ള ആ മുഖം അവർക്ക് ആവശ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം രാജ്യസഭയിലേക്ക് വരുന്നു. കഴിഞ്ഞ 10-ാം തീയതി അദ്ദേഹം രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രാഷ്ട്രീയ തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. BJPക്ക് അധികാരം കൈമാറിക്കൊണ്ട് നിതീഷ് കുമാറും ജനതാദൾ യുവും ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്നും മാറുകയാണ്. നിതീഷ് കുമാറിൻ്റെ മകൻ നിഷാന്തിനെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള ചില തീരുമാനങ്ങൾ, ധാരണകളൊക്കെ ഉണ്ടായെങ്കിലും നിഷാന്ത് ഇപ്പോൾ അതിന് തയ്യാറല്ല എന്നുള്ളൊരു സൂചനയാണ് വരുന്നത്. നിലവിലുള്ള ഉപമുഖ്യമന്ത്രിമാരിൽ ഒരാളായ വിജയ് തിവാരി തന്നെയായിരിക്കും മിക്കവാറും ഉപമുഖ്യമന്ത്രിയായി വരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പ് ചേർന്ന BJPയുടെ നിയമസഭാ കക്ഷി യോഗത്തിലാണ് സമ്രാട് ചൗധരിയെ നേതാവായി തിരഞ്ഞെടുത്തത്. അല്പസമയത്തിനകം NDAയുടെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് NDAയുടെ നേതാവായി തിരഞ്ഞെടുത്തുകൊണ്ട് ഗവർണറെ കണ്ട് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും. നാളെ ആയിരിക്കും സത്യപ്രതിജ്ഞ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുകയും ചെയ്യും.